സന്യാസിയായ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ബുൾഡോസർ ബാബ എന്ന് ഇഷ്ടക്കാർ സ്നേഹത്തോടെ വിളിക്കുന്ന വ്യക്തി 26-ാം വയസ്സിൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ അംഗമായ വ്യക്തി, രാഷ്ട്രീയ എതിരാളികൾ ഒട്ടനവധി വിവാദങ്ങളിലേക്ക് തള്ളിവിട്ട വ്യക്തിത്വം. യഥാർത്ഥത്തിൽ ആരാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്? 1972-ൽ ഇന്നത്തെ ഉത്തരാഖണ്ഡിലെ പാഞ്ചൂർ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. യോഗി ആദിത്യനാഥിന് 3 സഹോദരന്മാരും 3 സഹോദരിമാരുമുണ്ട്. ഇവരെല്ലാം ഇന്നും വളരെ സാധാരണക്കാരായാണ് ജീവിക്കുന്നത്. ഗണിതശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ശേഷം 1990-കളിൽ അദ്ദേഹം രാജ്യത്ത് കോളിളക്കം സൃഷ്ടിച്ച അയോധ്യ ശ്രീരാമക്ഷേത്ര മുന്നേറ്റത്തിന്റെ ഭാഗമാകാനായി വീട് വിട്ടിറങ്ങി. ആ കാലത്താണ് അദ്ദേഹം ഗോർഖാനാഥ് മഠത്തിന്റെ അധിപനായ മഹാത് ആവേദ്യനാഥിനെ കണ്ടുമുട്ടുന്നതും അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നതും. യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയ ഗുരു കൂടിയാണ് മഹാത് ആവേദ്യനാഥ്. ഇദ്ദേഹം തുടർച്ചയായ 5 തവണ ഉത്തർപ്രദേശ് നിയമസഭയിലേക്കും അതിനുശേഷം തുടർച്ചയായ 4 തവണ ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ആ കാലത്ത് അയോധ്യ ശ്രീരാമക്ഷേത്ര പ്രക്ഷോഭത്തിന് നേതൃത്വം വഹിച്ച പ്രമുഖ വ്യക്തികളിൽ ഒരാളായിരുന്നു മഹാത് ആവേദ്യനാഥ്. 2014-ൽ മഹാത് ആവേദ്യനാഥിന്റെ മരണശേഷം ഗോർഖാനാഥ് മഠത്തിന്റെ അധിപനായി യോഗി ആദിത്യനാഥിനെ തിരഞ്ഞെടുത്തു. ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായാണ് 1998-ൽ ഗോരഖ്പൂർ മണ്ഡലത്തിൽ നിന്നും തന്റെ 26-ാം വയസ്സിൽ യോഗി ആദിത്യനാഥ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇതിലൂടെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തികളിൽ ഒരാളായി യോഗി ആദിത്യനാഥ് മാറി. അതിനുശേഷം തുടർച്ചയായ 5 തവണയും അദ്ദേഹം ഗോരഖ്പൂർ മണ്ഡലത്തിൽ നിന്നും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യ തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം യോഗി ആദിത്യനാഥ് രൂപം കൊടുത്ത ഹിന്ദു യുവവാഹിനി എന്ന സംഘടനയാണ് യോഗി ആദിത്യനാഥിന്റെ അതിവേഗമുള്ള വളർച്ചയ്ക്ക് കാരണമായത്. ഇതിലൂടെ വളരെ വലിയൊരു സ്വാധീനം ദേശീയ രാഷ്ട്രീയത്തിൽ നേടാൻ അദ്ദേഹത്തിനായി. പലപ്പോഴും BJP സംസ്ഥാന നേതൃത്വവുമായി യോഗി ആദിത്യനാഥിന് അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല, തീവ്ര ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന യോഗി ആദിത്യനാഥിന് BJP സ്വീകരിച്ചിരുന്ന മൃദു സമീപനത്തോട് എതിരഭിപ്രായമുണ്ടായിരുന്നു. ഇവിടെയെല്ലാം തന്റെ ആശയങ്ങൾ നടപ്പിലാക്കാനും തന്റെ നിബന്ധനകൾ ദേശീയ നേതൃത്വത്തിന് മുന്നോട്ട് വയ്ക്കാനും അദ്ദേഹത്തിനായത് ഹിന്ദു യുവവാഹിനിയിലൂടെ യോഗി ആദിത്യനാഥ് നേടിയെടുത്ത സ്വാധീനമാണ്. 2017 ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ താരപ്രചാരകൻ യോഗി ആദിത്യനാഥ് തന്നെയായിരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിലെത്തിയപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം MP സ്ഥാനം രാജിവെച്ച് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി. അതൊരു പുതുചരിത്രത്തിന്റെ തുടക്കമായിരുന്നു. അതുവരെ അഴിമതിയിൽ മുങ്ങിയ ഉത്തർപ്രദേശിന്റെ മുഖച്ഛായ തന്നെ യോഗി ആദിത്യനാഥ് മാറ്റിമറിച്ചു. അധികാരത്തിലെത്തിയ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ ക്രമസമാധാന പ്രശ്നം നിലനിന്നിരുന്ന ഉത്തർപ്രദേശിൽ ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങളെ ഇല്ലാതാക്കാനായി യോഗി ആദിത്യനാഥ് പോലീസ് എൻകൗണ്ടറുകൾ നടപ്പിലാക്കി. ഇതിലൂടെ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്യുന്ന ഒട്ടനവധി ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങളാണ് കൊല്ലപ്പെട്ടത്. പെൺകുട്ടികളെ പ്രണയചതിയിൽപ്പെടുത്തി മതം മാറ്റുന്ന ലവ് ജിഹാദിനെതിരെ യോഗി ആദിത്യനാഥ് ഓർഡിനൻസ് കൊണ്ടുവന്നു. ഇത് 2020-ൽ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയും ചെയ്തു. മാത്രമല്ല, ഉത്തർപ്രദേശിലെ മുഴുവൻ അറവുശാലകളും ഭരണത്തിലെത്തിയതിനു ശേഷം യോഗി ആദിത്യനാഥ് നിരോധിച്ചു. അനധികൃതമായ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി. ഇതിലൂടെയാണ് അദ്ദേഹത്തിന് ബുൾഡോസർ ബാബ എന്ന പേര് ലഭിച്ചത്. ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച യോഗി ആദിത്യനാഥ് വലിയ രീതിയിലുള്ള ബിസിനസ് ഇൻവെസ്റ്റ്മെന്റുകൾ ഉത്തർപ്രദേശിൽ നടത്താൻ വാതിൽ തുറന്നുകൊടുത്തു. ഇതിന്റെ കൂടി ഭാഗമായാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൊബൈൽ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഉത്തർപ്രദേശിലെ നോയിഡയിൽ സാംസങ് ആരംഭിച്ചത്. ഇത്തരത്തിൽ ഒട്ടനവധി ഇൻഡസ്ട്രികൾ തുടങ്ങാൻ വഴി തുറന്നതിലൂടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക വളർച്ചയാണ് ഉത്തർപ്രദേശ് നേടിയത്. മാത്രമല്ല, ഇതിലൂടെ ഒട്ടനേകം പേർക്ക് ജോലി ലഭിച്ചു. മറ്റൊന്ന്, സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ മദ്യത്തിന്റെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗം യോഗി സർക്കാർ പൂർണ്ണമായി നിരോധിച്ചു. മാത്രമല്ല, ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ടായിരുന്ന പോലീസുകാരെയെല്ലാം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. 2022-ൽ വൻ ഭൂരിപക്ഷത്തിൽ 2ാം വട്ടവും അധികാരത്തിലെത്തിയ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ ചരിത്രം സൃഷ്ടിച്ചു. നീണ്ട 36 വർഷങ്ങൾക്കു ശേഷമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉത്തർപ്രദേശിൽ തുടർച്ചയായ 2ാം വട്ടവും അധികാരത്തിലെത്തുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു മുഖ്യമന്ത്രി തുടർച്ചയായ 2ാം വട്ടവും അധികാരത്തിലെത്തുന്നത്. തന്റെ ആശയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ സത്യസന്ധമായ രാഷ്ട്രീയത്തിലൂടെ ഒരു ജനതയുടെ മുഴുവൻ ആരാധ്യനാവുകയാണ് യോഗി ആദിത്യനാഥ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. തുടർന്നും വീഡിയോകൾ ചെയ്യുന്നതിന് അതൊരുപാട് പ്രചോദനമാണ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ. വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.